വജ്ര രചന ഹിമ നവീൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ബോധം മറയും മുമ്പ് ഇരുവരും പരസ്പരം നോക്കി കണ്ണീരോടെ മൃദുവായെന്ന് ചിരിച്ചു. അവൾ സുരക്ഷിതമായിരിക്കുന്നു എന്ന തിരിച്ചറിവോടെ പൂർണ്ണമായും കണ്ണിലേക്ക് ഇരുട്ട് കയറി തുടങ്ങും മുമ്പ് അവരുടെ ചുണ്ടുകൾ ഒരുമയോടെ ഒന്നിച്ച് വിളിച്ചു, വജ്ര. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിലെ കോറിഡോറിൽ നിരത്തിയിട്ട ചെയറുകളൊന്നിൽ ജന്മം തന്നെ ഒടുങ്ങിയെന്ന പോലെ സർവ്വം തകർന്നിരിക്കുന്ന ആ രൂപത്തിലേക്ക് ആദിത്യന്റെ കണ്ണുകൾ പതിച്ചു. നെഞ്ചോട് ചേർന്ന് അലമുറയിടുന്ന തന്റെ ചിത്തേച്ചിയുടെ ശരീരം ഉലയുന്നതിനൊപ്പം ആ മനുഷ്യനും ഉലയുന്നുണ്ട്. പക്ഷേ കണ്ണിൽ നിന്നൊരു തുള്ളി പോലും ഒഴുക്കാതെ രണ്ട് കൈകൊണ്ടും ചേച്ചിയെ പൊതിഞ്ഞു പിടിച്ച് ഓർമ്മ നഷ്ടപ്പെട്ടവനെ പോലെ, ബുദ്ധി നഷ്ടപ്പെട്ടവനെ പോലെ ഇരിക്കുകയാണ് തേവക്കൽ മാത്യൂസ് എന്ന തന്റെ ചിത്തേച്ചിയുടെ പാതി പ്രാണൻ. എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക എന്നറിയില്ല. ആനന്ദൻ വിളിച്ച് വിവരം അറിയുമ്പോൾ തോളോട് ചേർന്നിരിക്കുന്നുണ്ടായിരുന്നു ചിത്തേച്ചി. കേട്ട വാർത്തകൾ നെഞ്ചു വരിഞ്ഞു മുറുകുമ്പോൾ കാര്യമറിയാനായി ആധിയോടെ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന ചേച്ചിയോട് ഒരു വാക്ക് പോലും പറയാൻ ഭയപ്പെട്ടു പോയി. തന്റെ ബാമാറ്റം കണ്ട് കോളിൽ പിടിച്ചുള്ള ചലറിയ ചേച്ചിയോട് എബിക്ക് ചെറിയൊരു മുറിവ് പറ്റിയെന്ന് മാത്രം പറഞ്ഞ് കാറിലേക്ക് വലിച്ചു കയറ്റി പറപ്പിച്ചു പോന്നതാണ്. ഇങ്ങെത്തും വരെ എന്തൊക്കെയോ പുലമ്പിക്കരഞ്ഞ് നിലവിളിക്കുകയായിരുന്നു. എന്തു പറഞ്ഞിട്ടും എങ്ങനെ ആശ്വസിപ്പിച്ചിട്ടും കൺവീൻസ് ആവാതെ ഭ്രാന്ത് പിടിച്ച പോലെ ഒരു ഭാവം. ഇങ്ങെത്തിക്കാൻ ഏറെ കഷ്ടപ്പെട്ടു. ഹിച്ചായ ഇവിടെ എത്തി അലറി വിളിച്ചാണ് മാത്തച്ചനയിലേക്ക് ചിത്തേച്ചി ഓടിയത്. നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവനൊന്നും വരില്ല, നമ്മുടെ മോനൊന്നും പറ്റില്ലെന്ന് വേഗത്തിൽ പറഞ്ഞ് ശ്വാസമെടുത്ത മാത്തച്ചനെ ശ്വാസം അടക്കി പിടിച്ചാണ് നോക്കി നിന്നത്. കണ്ണു നിറഞ്ഞൊഴുകിപ്പോയി. ചിത്തേച്ചിക്ക് ധൈര്യം കൊടുത്തതാണ് എബിക്കും വജ്രക്കും പ്രണവിനൊരു ആപത്തും സംഭവിക്കില്ലെന്ന്. പക്ഷേ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സിന് വേണ്ടി ഓടി നടക്കുന്ന അനന്തനെ ദയനീയമായ ആദിത്യനെ നോക്കി. അനന്ത, ഇടർച്ചയോടെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ച വിളി അനന്തൻ കേട്ടിരുന്നു. ഇപ്പോൾ വരാമെന്ന് വേദന നിറഞ്ഞ നോട്ടത്തിലൂടെ പറഞ്ഞ് ഓഫീസ് റൂമിലേക്ക് തന്നെ ധൃതിയിൽ അവൻ പോയതിന് പിന്നാലെയാണ് പ്രണവിന്റെ ബന്ധുക്കളും വജ്രയുടെ അച്ഛനമ്മമാരൊക്കെ ഓടിയെത്തുന്നത്. ഓഫീസ് സ്റ്റാഫുകൾ നന്നേ പ്രയാസപ്പെട്ടാണ് അവർ ഒതുക്കി നിർത്തിയത്. അവരെ ഞാൻ വാരിയെടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ നിന്നെ വിളിച്ചത് ഔട്ട് ഓഫ് മൈൻഡായ എന്നെ എനിക്ക് തന്നെ ഒന്നും പിടിച്ചു നിർത്താനായിരുന്നടാ. നിനക്ക് വാക്ക് തന്നല്ലേ ഞാൻ. അവർക്കൊന്നും. ചുമരിലേക്ക് ചാഞ്ഞ് കൺമുമ്പിലെ കോലാഹലങ്ങൾ കാണാനാവാതെ മാത്യൂസിനെ പിടിച്ചുലച്ച് കരയുന്ന ചിത്രയെ നോക്കാനാവാതെ നിന്ന ആദിത്യന്റെ തോളിൽ കൈവച്ച് അവനോട് ചേർന്ന് നിന്ന് അനന്തൻ പറയുമ്പോൾ വല്ലാത്തൊരു നിരാശയും സങ്കടവും തിങ്ങിന്നിരുന്ന ശബ്ദത്തിൽ, ആ കുട്ടി വജ്ര, അവൾക്കിപ്പോ? അനന്തന് നേർക്ക് തിരിഞ്ഞ് അവന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് വല്ലാത്തൊരു നോവോടെ ചോദിക്കുമ്പോൾ കുറച്ചു മുമ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്ന നേരത്തെ സ്ട്രക്ചറിൽ കിടത്തിയ നിമിഷം പാതി മയക്കം തെളിഞ്ഞതും എബിയുടെയും വജ്രയുടെയും പേര് വിളിച്ച് അവൾ അലമുറയിട്ട് കരഞ്ഞ ദൃശ്യമായിരുന്നു മനസ്സ് നിറയെ. ചെറിയ പരിക്കുകൾ അവൾക്കുമുണ്ട്. ശരീരം വളരെ വീക്കാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. കാഷ്വാലിറ്റിയിൽ നിന്ന് മാറ്റി ഒബ്സർവേഷൻ റൂമിൽ കിടത്തിയിരിക്കുകയാണ് അവളെ. അവളുടെ അച്ഛനും അമ്മയും ഓടിക്കതച്ച് വന്ന് അവിടെ കയറിയിട്ടുണ്ട്. കോറിഡോറിന്റെ അങ്ങേയറ്റമുള്ള ആ റൂമിന്റേക്ക് ആദിത്യന്റെ കണ്ണെത്തി നിന്നു. വജ്രയുടെ ശരീരം നല്ല വീക്കായിരുന്നല്ലോ. ട്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ട്. മയക്കത്തിൽ തന്നെയാണ്. ഉൾമനസ് നന്നായി പേടിച്ചിട്ടുണ്ട്. അതിനെയാണ് തോന്നുന്നു ഭയങ്കര ഷിവറിങ്. ഡോക്ടർ നോക്കിയിട്ട് പോയുള്ളൂ. ഇത്തിരി കഴിഞ്ഞാൽ ബെറ്റർ ആയിക്കോളെന്നാ പറഞ്ഞ്. അതിന്റെ അമ്മയുടെ നിലവിളിക്കുന്നുണ്ട്. ജതിന്റെ അവസ്ഥയും. നെറ്റിയിൽ വിരലോസി ചോരിലേക്ക് ചേർന്ന് നിന്നു അനന്തനും. കണ്ണുകൾ ചിത്രയിലേക്ക് നീങ്ങി. കരഞ്ഞു നടന്നിരിക്കുന്ന അവളെ കണ്ട് നെഞ്ചിലാകെ ഒരു ഭാരം തോന്നിയവന് ആളെ പൊതിഞ്ഞു പിടിച്ച് ഭിത്തിയിൽ തലയാഴ്ച വല്ലാത്തൊരു ഭാഗത്തോടെ ഇരിക്കുന്ന മാത്യൂസിനെ നെടുവീർപ്പോടെ നോക്കിപ്പോയി. എബിയെ ചേർത്ത് പിടിച്ചെന്ന ഓഫീസ് ക്ലബിൽ നിന്നിറങ്ങുന്ന ദൃശ്യം മനസ്സിലേക്ക് ഇരച്ചെത്തി. ഉള്ളിലൊരിത്തിരി ദേഷ്യമോ പകയോ വെറുപ്പോ ഇല്ലാതിരുന്നിട്ടും അന്ന് അവരോട് റൂഡായി പെരുമാറിയത് മനഃപൂർവ്വമാണ്. സുപ്പീരിയർ ഓഫീസേഴ്സിന്റെയും നേതാക്കന്മാരുടെയും അടിയാളന്മാരെ പോലെ അവരോട് ചായവുള്ള ചിലരുടെ ഡിപ്പാർട്ട്മെന്റിൽ കേസിലെ യഥാർത്ഥ പ്രതികളുമായി ഉന്നതന്മാർക്ക് ബന്ധമുണ്ടെന്ന സീക്രട്ടായി നടത്തിയ ചില അന്വേഷണങ്ങളിൽ നിന്ന് തനിയും മനസ്സിലായതാണ്. എബിക്ക് വേണ്ടി നിലകൊണ്ടാൽ അവനോട് അടുത്തിടപഴകിയാൽ അവന്റെ ജീവൻ തന്നെ ഇല്ലാതാവാൻ കാരണമായി തീരുന്ന അറിയാവുന്നതുകൊണ്ടാണ് രൂക്ഷമായി ഇടപെട്ടത്. യഥാർത്ഥ കുറ്റവാളികൾ കയ്യിൽ നിന്ന് വഴുതി പോവാതിരിക്കാനും അവരെ കത്രിക പൂട്ടിയിട്ട് പൂട്ടാനും ഒപ്പം എബിയുടെ ജീവൻ കാക്കാനും കുറച്ച് ദിവസത്തേക്ക് അവനൊന്ന് ഡമ്മിയായിട്ട് നിർത്തേണ്ട അത്യാവശ്യമായിരുന്നു. അതാണ് അപ്പോഴങ്ങനെയൊക്കെ. ആദിത്യന് മാത്രമേ ഇതൊക്കെ അറിയൂ. ചിത്രേച്ചിയോട് ഇതൊന്നും പറഞ്ഞ് ഭയപ്പെടുത്തരുതെന്ന് നേരത്തെ പറഞ്ഞ് ചട്ടം കെട്ടിയതാണ്. ഏടത്തിയായി കണ്ട് ഒത്തിരി സ്നേഹിച്ചതാണ്. വെറുപ്പും വിദ്വേഷമൊക്കെ എന്നോ പോയി മറിഞ്ഞെങ്കിലും ഒരടുപ്പത്തിന് നിൽക്കാത്ത സ്വന്തം ഏട്ടന്റെ ഭാര്യയുടെ ക്യാരക്ടർ ഓർത്താണ്. ചിത്രേച്ചിയുടെ പേരിനൊപ്പം തന്റെ പേരും കൂട്ടിച്ചേർത്ത് വഴക്കിടാൻ പോലും അവർ മടിക്കില്ല. ഏട്ടനോടുള്ള സ്നേഹമൂത്ത് ഒരുമാതിരി വാശിയാണ് അവർക്ക്. ചിത്രേച്ചിയോടുണ്ടായിരുന്ന ഏട്ടന്റെ ഇഷ്ടം ഇന്നും അവരെ പൊള്ളിക്കുന്നുണ്ടെന്നറിയാവുന്നതുകൊണ്ടും തറവാണിന്റെ മൊത്തം സമാധാനമോർത്തം സഹിച്ചു പോരുന്നാണ് താൻ. ആലോചിച്ച് കേട്ട് ആദിത്യൻ ആനന്ദനും ഞെട്ടി പിന്നിലേക്ക് നോക്കി. ഡ്രിപ്പൊക്കെ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞുള്ള വരവാണെന്ന് കണ്ടാലറിയാം. ബട്ടർഫ്ലൈ നീഡിൽ കുത്തിവെച്ചിരിക്കുന്നിടത്ത് ചോര പൊടിഞ്ഞിറങ്ങുന്നുണ്ട്. ഓടി വരുന്ന വജ്രയെ കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്.
ജതിനും വാണിയും കരഞ്ഞുകൊണ്ട് പിന്നാലെ ഓടി വരുന്നുണ്ട്. കാറ്റുപോലെ പാഞ്ഞു വന്നവൾ തിയേറ്ററിന് മുമ്പിലെ വാതിൽ ആഞ്ഞു തല്ലുകയാണ്. പ്രണവിന്റെ അച്ഛനും അമ്മയും മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ മെഴുനീർ വാർക്കുമ്പോൾ ബഹളം കേട്ടു മാത്യൂസ് കോമാ സ്റ്റേജിൽ നിന്ന് ഉണർന്ന പോലെ പിടഞ്ഞുകൊണ്ട് വജ്രയെ നോക്കി. ജതിനും വാണിയും ആവതവളെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ചിത്രം മറ്റൊന്നും ചിന്തിക്കാതെ പിടഞ്ഞെഴുന്നേറ്റ് പോയി വജ്രയെ കൈ പറിച്ചെടുക്കും പോലെ വലിച്ചെടുത്ത് നെഞ്ചിലേക്ക് ചേർത്തു. ബോധമില്ലാതെ കിടന്ന കുതിരി എബിയുടെയും പ്രണവിന്റെയും പേര് പറഞ്ഞ് എന്തൊക്കെയോ പുലമ്പുകയാണപ്പോഴും. ജതിൻ തലക്ക് കൈയും കൊടുത്ത് മാത്യൂസിനരികിലേക്ക് ഊർന്നു വീഴും പോലെ ഇരുന്നു. അവർ പരസ്പരം നോക്കിയ സെക്കൻഡിൽ തന്നെ മാത്യൂസിന് നേരെ തിരിഞ്ഞിരുന്ന് ചേർത്ത് പിടിച്ച് കരഞ്ഞുപോയിരുന്നു ജതിൻ. നെഞ്ചിൻ കൂട്ടിൽ തീ പോലെ കുമിഞ്ഞുകൂടുന്ന വേദന കടിച്ചമർത്തി മാത്യൂസ് അയാളെ ചേർത്ത് പിടിച്ചു. അവര് തിരിച്ചു വരും മാത്യൂസ്. എന്റെ മോളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ തന്റെ മോനൊക്കോ? അവളെ കുഞ്ഞനുജത്തിയായിട്ട് നെഞ്ചിലേറ്റി നടക്കുന്ന എൻ്റെ പ്രണവിന് അവളുടെ കണ്ണീര് കണ്ടു നിൽക്കാൻ എത്ര നേരം പറ്റും? വരും, അവര് തിരിച്ചു വരും, വന്നേ പറ്റൂ. കറങ്ങിച്ചു വന്ന കണ്ണുകളോടെ ജതിൻ മാത്യൂസിന്റെ ചുമലിൽ പിടിച്ച് ദൃഢമായി പറഞ്ഞു കേട്ട് കണ്ണുകൾ ഇറുക്കി അടച്ച് തലയാട്ടുമ്പോൾ സമ്മർദ്ദം ഒതുക്കി പിടിച്ച മാത്യൂസിന്റെ നെറ്റിയിലെയും കഴുത്തിലെയും ഞരമ്പുകൾ പിടച്ച് നിന്നിരുന്നു. പ്രണവിന്റെ മുത്തശ്ശന്റെ തളർച്ച കണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് എബിയുടെ ഇളയപ്പന്മാരിലെ ഒരാളാണ്. ബാക്കിയുള്ള 4 പേരിൽ 2 പേര് ബ്ലഡ് അറേഞ്ച് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടപ്പാണ്. മറ്റു 2 പേർ അനന്തന്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു തിയേറ്ററിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. വെടിയേറ്റ ഷേണായിക്കും കൂട്ടർക്കും ഇനി ഇവിടുന്ന് രക്ഷപ്പെടാനൊരു പഴുതുപോലും ഉണ്ടാക്കാതിരിക്കാനുള്ള ചില അറേഞ്ച്മെന്റ്സ് ചെയ്യുന്ന തിരക്കിലാണവർ. എന്റെ എബി തിരിച്ചു വരും. പ്രണവ് കണ്ണു തുറക്കുമ്പോൾ അവർ 2 പേരും നിന്നെയായിരിക്കും അന്വേഷിക്കുക. ആ നേരത്തെ നീ തളർന്നു കിടപ്പാണെന്ന് പറയേണ്ടി വരരുത്. ഇവിടെ ഇരിക്ക്. ഇനിയും നീ വിശ്രമിച്ചില്ലെങ്കിൽ. അത്രയും പറഞ്ഞ് വിങ്ങിപ്പൊട്ടി ചിത്രയുടെ മുഖമുയർത്തി ഡ്രസ് ചെയ്ത് നെറ്റിയിൽ നിന്നും ചോരകിനിന്നിടം നോക്കി കരഞ്ഞുകൊണ്ട് അവിടെ പതിയെ ചുണ്ടമർത്തി. വജ്ര ആർത്ത് കരഞ്ഞുകൊണ്ട് കുതിരയിൽ നിർത്തി ചിത്രയെ വട്ടം പിടിച്ചു. വജ്രയുടെ അമ്മ വാണി കരഞ്ഞുകൊണ്ട് അവരിരുവരെയും പുണർന്നു നിന്നു. എനിക്ക് അവരെ കാണണം. ചിത്രക്കൊപ്പം വാണി കൂടി അമർത്തി പിടിച്ച് കരഞ്ഞു വിളിച്ച് പറയുന്ന കേട്ട് ഇനിയും അവൾ ശാന്തിയായില്ലെങ്കിൽ തളർന്നു വീണു പോകുമെന്ന് ഉറപ്പായ നിമിഷം മാത്യൂസ് ചെയറിൽ നിന്ന് എഴുന്നേറ്റു. വജ്ര. സ്നേഹവും വാത്സല്യവും സങ്കടവും നിസ്സായതുമൊക്കെ കലർന്ന ആ വിളി കേട്ട് അവൾ ഒന്നുകൂടി പൊട്ടിക്കരഞ്ഞു. മാത്യൂസ് അവളെ ചേർത്ത് പിടിച്ച നിറയിൽ ചുണ്ടമർത്തി. തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് അവരകത്തേക്ക് പോയത്. നിന്നെ ഒരിക്കലും തനിച്ചാക്കില്ലെന്ന് എബി വാക്ക് തന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മനസ്സിപ്പോൾ നീ ശാന്തമാക്കണം. പ്രണവ് നിനക്ക് എന്നേക്കുമായി കാവലുണ്ടാവുമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാ മയക്കത്തിലേക്ക് വീണത്. അവരോടുള്ള നിന്റെ സ്നേഹത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തളർന്നു പോകാതെ സ്വസ്ഥമായി നീ ഒരിത്തിരി നേരം കണ്ണടച്ചിവിടെ ഇരിക്കണം. പപ്പയുടെ മോള് പപ്പയെ പൂർണ്ണമായും വിശ്വസിക്കുക. നിന്റെ കഴുത്തിൽ എബിയുടെ മിന്നു വീഴും. നിങ്ങളെ ചേർത്ത് പിടിക്കാൻ പ്രണവ് കൂടെ ഉണ്ടാവും. ട്രസ്റ്റ് മീ വജ്ര. ഇടർച്ചയോടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും മാത്യൂസിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് ഒരിക്കൽ കൂടി അവൾ കരഞ്ഞു. പതിയെ പതിയെ കരച്ചിൽ ചീളുകൾ നേർമയിലായി. തല ഉയർത്തി നിറകണ്ണുകളോടെ നോക്കുമ്പോൾ അരികിലേക്ക് നോക്കിയെന്ന് കണ്ണാലെ പറയുന്നുണ്ടോ മാത്യൂസ്. അത്ര നേരവും ലോകമേ മറന്നുപോലെ വിറച്ചുള്ളിയിരുന്ന മനസ്സ് തളർച്ച ബാധിച്ചെന്ന പോലെ ശാന്തമായപ്പോൾ സൈഡിലേക്ക് തലയിരിച്ചൊന്ന് നോക്കി. വീണ്ടും ചുണ്ടുകൾ വിറച്ചു, വിതുമ്പി, കണ്ണുകൾ കണ്ണീരിൽ കുതിർന്നു തുടങ്ങി. ജതിനെ പുണർന്ന് കരയുമ്പോൾ ഇത്ര നേരം അയാളൊന്നും ശ്രദ്ധിച്ചിരുന്നു പോലുമില്ലെന്ന ഓർമ്മയിൽ നെഞ്ചുരുകിപ്പോയ പോലെ. ഞാൻ എന്നോട് വേണ്ട മോളു, ഒന്നും പറയണ്ട. അച്ഛന് മനസ്സിലാവും. നിന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി അല്ല അച്ഛൻ. ഒന്ന് നിർത്തി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. നിയമത്തിനും പോലീസിനും എല്ലാ തെറ്റിദ്ധാരണകളും മാറി. നിന്റെ എബിയുടെ നിരപരാധിത്വം പൂർണ്ണമായിട്ടും അനന്തം തെളിയിച്ചിട്ടുണ്ട്. എബിയുടെ മേലിനി ആരൊരു കുറ്റവും ചാർത്തില്ല. അവൻ തിരിച്ചു വന്ന അച്ഛൻ പറഞ്ഞോളാം അവനോട്, എൻ്റെ മോള് നിനക്കുള്ളതാണെന്ന്. ഒരിക്കലും അതിലിനി ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന്. ഉച്ചത്തിൽ കരഞ്ഞുപോയവൾ ഒരിക്കൽ കൂടി വാണിയെ ഓടി വന്ന അവളെ ചേർത്ത് പിടിച്ച് വിതുമ്പി. ചിത്രവേദന നിറഞ്ഞ ചിരിയോടെ അതിലേറെ പ്രാർത്ഥനയോടെ കണ്ണടച്ച് ചാരിയിരുന്നു. മാത്യൂസിന്റെ കണ്ണുകൾ അടഞ്ഞുകിടക്കുന്ന വാതിലേക്ക് നീണ്ടു. കടലോളം സങ്കടവും സമ്മർദ്ദവും ആ നെഞ്ചിലെരിഞ്ഞു. പപ്പാ. തിയേറ്ററിൽ കയറ്റും മുമ്പേ എപ്പോഴോ ഒന്ന് കണ്ണുറന്നപ്പോൾ തന്റെ കൈ പിടിച്ച് തളർച്ചയോടെ ചിരിച്ചുകൊണ്ടാവും വിളിച്ചത് കാതിലേക്ക് രസെത്തി. പപ്പാ. ഉള്ളു വലിഞ്ഞു മുറുകുന്നു. എനിക്കവളോ വേണം പപ്പാ. അത്ര പറഞ്ഞവൻ കണ്ണടഞ്ഞു പോയി. ചിന്തിയ ചോരയുടെ കണക്കെടുപ്പ് ആരൊക്കെയോ ചുറ്റും നടത്തുന്നുണ്ട്. ജീവൻ തിരികെ കിട്ടുമാവോ എന്നൊക്കെ അവ്യക്തമായ ശബ്ദങ്ങൾ തലയുറ്റുന്നു. മോനെ എന്ന് ഭയത്തോടെ വിളിക്കുമ്പോൾ ഇടത് കൈ ഒന്നുകൂടി മുറുകി. പ്രണവാണ്. കണ്ണടഞ്ഞു പോകുന്നുണ്ട് അവൻ്റെയും. ഞാൻ സോറി പറഞ്ഞു എന്ന് പറയണം അവളോട്. എന്നും കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞു തീർക്കും മുമ്പേ ആ കണ്ണുകളും മയക്കത്തിലേക്ക് ആണ്ടുപോയി. തിയേറ്റർ വാതിലുകൾ അടഞ്ഞു. കർത്താവേ.
നെഞ്ചിന്റെ ഭാഗത്ത് വലത് കൈ കൊണ്ട് ചുരുട്ടി പിടിച്ചിരുന്നു പോയതാണ് ആ നിമിഷം. ചിത്രയുടെയും മറ്റെല്ലാവരുടെയും വരവും ബഹളങ്ങളും ശ്വാസമില്ലാതെ പിടഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. എല്ലാവർക്കും അരികിൽ നിന്ന് എഴുന്നേറ്റ് കോറിഡോറിനടുത്തേക്ക് നടന്ന മാത്യുവിനെ വീക്ഷിച്ച് അനന്തനും ആദ്യം പരസ്പരം ഒന്ന് നോക്കി. അയാൾക്കരികിലേക്ക് ചുവടുകൾ വെച്ചു. മാതച്ച. തോളിലറിഞ്ഞ സ്പർശവും ആ വിളിയും അതുവരെ തടഞ്ഞു നിർത്തിയ കണ്ണുനീർ മുഴുവൻ ഒഴുക്കിവിട്ട് ശരവേഗത്തിൽ പിന്തിരിഞ്ഞ മാത്യൂസ് ആ ശബ്ദത്തിനുടമേ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ആദി. ഇടർച്ചയോടെ കരഞ്ഞുകൊണ്ട് മാത്യൂസ് വിളിച്ച നേരം കണ്ണും കരളും നിറഞ്ഞ് കവിയുന്ന സ്നേഹത്തോടെ ആദിത്യനെ അയാളെ തിരികെ പുണർന്നു. അവർക്കൊന്നും വരില്ല മാതച്ച. നിങ്ങളുടെ കർത്താവിന്റെ ചിത്തേച്ചിയുടെ ഭഗവാൻ ഒന്നിച്ചൊരു കളി കളിക്കുകയില്ല. ചെറുക്കന്മാര് ഓടിങ്ങി വരും കരയാണ്ട്. എനിക്കിങ്ങനെ കാണാൻ. അരികിൽ നിന്നിരുന്ന അനന്തൻ നോവിലും ചെറുചിരിയോടെ പുഞ്ചിരിച്ചു. വർഷങ്ങളുടെ അകൽച്ചയാണ് കണ്ണീരിൽ അലിഞ്ഞില്ലാതെയായത്. അത് പക്ഷെ ഒരു ദുഃഖക്കടലിന്റെ ആഴങ്ങളിലേക്കാവുമോ എന്ന പേടി അധികരിക്കുന്നുണ്ട്. എബിക്കും പ്രണവിനും രക്തം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കാടിനകത്തുനിന്ന് പുറത്തിടക്കുന്നിടം വരെ എത്തുമ്പോഴേക്കും രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, ഒരിറ്റ് ജീവനെങ്കിലും ബാക്കി ഉണ്ടാവണേ എന്ന്. ക്രിട്ടിക്കലാണെന്ന് ഡോക്ടർ തന്നോട് മാത്രം വെളിപ്പെടുത്തിയിരുന്നു. 10% മാത്രമാണ് ഉറപ്പു നൽകിയിരിക്കുന്നത്. അന്നുവരെ പ്രാർത്ഥിച്ചില്ലാത്ത സകല ദൈവങ്ങളെയും മനമുരുകി വിളിച്ചു നിൽക്കുകയാണ് താൻ. ജതിന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ വജ്ര ചുമരിൽ ചാരിക്കുന്ന പ്രണവിന്റെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും അരികിലേക്ക് പോയി അവർക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു. എന്നെ ശപിക്കല്ലേ മുത്തശ്ശ, വെറുക്കല്ലേ അങ്കിൽ. എന്റെ പ്രണവ് അവൻ എനിക്ക് വേണ്ടി ഇങ്ങനെ. ഞാൻ എന്തു പറയും നിങ്ങളോട്, അറിയില്ല എനിക്ക്. പ്രണവിന്റെ അച്ഛനും അമ്മയും നിറകണ്ണങ്ങളോട് അവളെ കൈ രണ്ടും പൊതിഞ്ഞു പിടിച്ചു. അവനൊന്നും പറ്റില്ല. നിന്നെ തനിച്ചാക്കി അവനും പോകാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവത്തോട് വാശി പിടിച്ച് അവൻ നേടിയെടുക്കും. അവന്റെ ജീവനും നിന്റെ ബിയുടെ ജീവനും. എനിക്ക് വിശ്വാസ, ഉറപ്പാ. ആ അമ്മയുടെ അച്ഛൻ്റെയും കാലുമുട്ടിൽ മുഖമർത്തി അവൾ തേങ്ങി. ശിരസിൽ മുത്തച്ഛന്റെ കയ്യമർന്നു. മിഴികൾ ഉയർത്തി നോക്കുമ്പോൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കണ്ണുകളെ കാണേ ലോഹമുരുക്കിയ ഹൃദയത്തിലേക്ക് ഒഴിച്ച പോലെ അവളൊന്ന് പിടഞ്ഞു. പ്രണവിന്റെ ജാതകദോഷത്തെക്കുറിച്ചുള്ള പ്രവചനം തലച്ചോറിലേക്ക് മിന്നൽ പോലെ കുത്തിക്കയറി. വജ്രയുടെ നെഞ്ചു പിടച്ചു. ശ്വാസഗതി മുറുകി. ഭയം പിടിമുറുക്കി. ഈ കടമ്പാവം മറികടക്കണം. കടക്കുമോളെ. നിന്റെ പേരവന്റെ നാവിൽ ഓരോ നിമിഷവും പതിയുന്നുണ്ടാവും. ആ ഓർമ്മ, നിന്നോടുള്ള സ്നേഹം അവന് മടങ്ങിപ്പോവാനാവില്ല. അവൻ ഈ മുത്തശ്ശനെ തോൽപ്പിക്കും. എന്റെ ജ്യോതിഷ പ്രവചനം കള്ളമാണെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറയും. ചാടി എഴുന്നേറ്റ് ഇറുക്കെ കെട്ടിപ്പിടിച്ചവൾ കരയുമ്പോൾ ആ വൃദ്ധനും കരഞ്ഞുപോയിരുന്നു. വിറഞ്ഞു തുള്ളുന്ന അയാളുടെ ഹൃദയത്തെ കേട്ട് ഭയം കൊണ്ട് അവിടെ നെഞ്ചും അതേ വേഗത ഏറ്റുപാടി. ഇനി ആ പറഞ്ഞ പോലെ അല്പായുസങ്ങാനും ആകൂടി. ഒരിക്കൽ കളിയായി ചോദിച്ച കൂരമ്പ് പോലെ കാതിൽ തറക്കുന്നു. ആൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. എനിക്ക് എബിയെയും പ്രണവിനെയും വേണം. തിരികെത്താം എന്റെ ദൈവങ്ങളെ. ആൾ മനസ്സിൽ ആർത്താർത്ത് കരഞ്ഞു. മണിക്കൂറുകൾ യുഗം പോലെയായിരുന്നു കാത്തിരുന്നവർക്ക്. സെഡേഷൻ വിട്ടു മാറുന്ന നേരം എബിയും പ്രണവ് ഒരുപോലെ കണ്ണു തുറന്നു. നിശ്ചിതാകലം വിട്ട് പരസ്പരം കാണാവുന്ന തരത്തിൽ ഇരുപെട്ടുകളിലായി കിടന്നിരുന്ന രണ്ടുപേരും തളർച്ചയോടൊന്ന് ചിരിച്ചു. നമ്മളപ്പോ പ്രണവ് ചെറിയ കിതപ്പോടെ വാക്കുകൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതിനൊപ്പം പതിയെ ഒന്ന് ചിരിക്കുമ്പോൾ എബി അത് പൂർത്തിയാക്കി. ചത്തിലടാ. ഇരുവരും ചെറിയ കിതപ്പോടെ തന്നെ ഒരുമിച്ച് ചിരിച്ചു. എന്റെ 4-5 പിള്ളേരെ നോക്കേണ്ട നിന്നെ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ഞാൻ കർത്താവിനെ സമ്മതിക്കുമോ? എബി പറഞ്ഞു കേട്ട് ചെറിയ ചിരി വന്നെങ്കിലും കണ്ണു കൂർപ്പിച്ചവനെന്തോ പറയാനാഞ്ഞതും ശ്വാസം തിങ്ങിക്കയറി തൊണ്ടയിലേക്ക് അമർന്നു. പ്രണവിന്റെ കണ്ണു തുറിക്കുന്ന എബിയുടെ ഭാവം മാറി തുടങ്ങി. അവന് നെറ്റി ഒളിഞ്ഞ് കണ്ണ് പിടച്ചു. പ്രണവ്, എബി തളർച്ചയോടെയും ഭയത്തോടെയും കിതച്ചുകൊണ്ട് വിളിച്ചു. ഞങ്ങളെ തനിച്ചാകാൻ നോക്കിയ ഞാൻ ശ്വാസം ആഞ്ഞാഞ്ഞു വലിക്കുന്ന പ്രണവിനെ കണ്ട് ശരീരത്തിന്റെ അവസ്ഥ മറന്ന് കരഞ്ഞുകൊണ്ട് സർവ്വശക്തിയും തൊണ്ടയിലേക്ക് എടുത്തു. എന്താ ഇത്? ഓ മൈ ഗോഡ്! സിസ്റ്റർ ഓടി വന്ന് പ്രണവിനെ ചെക്ക് ചെയ്ത് മോണിറ്ററിലേക്ക് നോക്കി പരിഭ്രമത്തോടെ ലാൻഡ് ഫോണിനെടുത്ത് ഡയൽ ചെയ്തു. പ്രണവ്, ഒന്നും പറ്റില്ലടാ, കരയാതെ. തന്നെ നേരെ നോക്കി ശ്വാസം ആഞ്ഞു വലിക്കുന്നതിനെ കണ്ണു നിറച്ചുകൊണ്ട് ദയനീയമായി നോക്കി ഉയർന്നു നോക്കി എബി നിലവിളിച്ചു. അവളെ പൂർത്തിയാക്കും മുന്നേ ഒരിക്കൽ കൂടി അവൻ ആഞ്ഞ് ശ്വാസം വലിച്ചു. പ്രണവ്! കരഞ്ഞുപോയ എബിയുടെ തോളിനും കഴുത്തിനുള്ളിൽ നിന്ന് മുറിവിലെ രക്തം കിനിഞ്ഞു തുടങ്ങി. അത്രയും പറഞ്ഞു ശരീരം വിറച്ചു തുടങ്ങി. പതിയെ ബോധം മറഞ്ഞു. തലയിലേക്ക് തലകുത്തി മേലേക്ക് നോക്കിക്കൊണ്ട് എബി കരഞ്ഞുകൊണ്ട് അലറി. കാലം തെറ്റി ആർത്തു പെയ്യുന്ന രാമഴയിലൂടെ എങ്ങു നിന്നോ സ്നേഹിച്ചു മതിയാവാത്ത കണ്ടു കൊതി തീരാത്തൊരുവന്റെ കണ്ണീരിൽ കുതിർന്ന ഗദ്ഗതം ഈരടികളായി ഇരുളിറങ്ങുന്ന വായുവിലൂടെ അവൾക്കായി ഒഴുകി നടക്കുന്നുണ്ടോ?
അവന്റെ കണ്ണീര്, അവന്റെ തേങ്ങൽ, അവന്റെ നിസ്സഹായത, എല്ലാത്തിനും പുറമെ അവളെ കണ്ണു നിറച്ച് കാണാൻ കഴിയാതെ, അവളെയൊന്നും മതിയാവോളം ചേർത്ത് പിടിക്കാൻ കഴിയാതെ അരൂപിയായ അവൻ അലറി വിളിക്കുന്നതാണോ? ഇത്ര നേരം മുഴങ്ങി കേട്ടിരുന്ന അലർച്ചകൾ, നിലവിളികൾ, തേങ്ങലുകൾ എല്ലാം നേർത്തു തുടങ്ങി. ആ കോറിഡോറിൽ വിയർത്തു കുളിച്ച് മരപ്പാവയെ പോലെ അവൾ നിൽക്കുമ്പോൾ അവിടെ എവിടെ നിന്നൊക്കെയോ വിളികൾ, വ്യക്തമല്ലാത്ത വിതുമ്പലുകൾ കാതിലൂടെ വീണ്ടും അരിച്ചിറങ്ങി. നിമിഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ കാഴ്ചകൾ ശിരസിലേക്ക് ഒരിക്കൽ കൂടി കുത്തിയിറങ്ങി. ഗർത്തത്തിലേക്ക് വീഴും മുന്നേ തോന്നുന്ന നെഞ്ചിലേക്ക് കുതിക്കുന്ന ഒരു തരം ആള് മരവിച്ച് നിരുന്ന അവളുടെ കണ്ണിലേക്കും മനസ്സിലേക്കും അതിശക്തമായി പതിച്ചു. പ്രണവ്, പ്രണവ്! ചെവി പൊത്തിപ്പിടിച്ചലർന്ന വജ്രയുടെ തോളിൽ ആരുടെയൊക്കെയോ സ്പർശമറിഞ്ഞിട്ടും അതെല്ലാം തട്ടിമാറ്റി അവൾ പുറത്തേക്ക് ഓടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.